കോട്ടപ്പടിയിൽ കാട്ടാന ശല്യത്തിൽ സഹികെട്ട് കൃഷി ചെയ്തിരുന്ന വാഴകൾ കർഷകൻ വെട്ടി നശിപ്പിച്ചു. കൃഷിയിടത്തിലെ കൊക്കോ മരങ്ങളെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയാണ് കർഷകനായ മനോജ് വാഴ കൃഷി വേണ്ടെന്ന് വെച്ചത്. ഇടവേളയ്ക്ക് ശേഷം കോട്ടപ്പടി പണ്ടിമന പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരികയാണ്. അതിരപ്പള്ളി മേഖലയായിരുന്ന ആനക്കൂട്ടം കോട്ടപ്പാറ വനമേഖലയിലേക്ക് മടങ്ങി വന്നതാണ് കാരണം. കോട്ടപ്പടി കൂവക്കണ്ടത്തെ കർഷകനാണ് മാവറ മനോജ്. കൊക്കോയും വാഴയുമാണ് കൃഷി ചെയ്തിരുന്നത്. കഴിഞ്ഞ രാത്രി കൃഷിയിടത്തിലെത്തിയ ആനക്കൂട്ടം നിരവധി വാഴകളും കൊക്കോയും നശിപ്പിക്കുകയും ചെയ്തു. വാഴകൾ ലക്ഷ്യമിട്ടാണ് ആനകൾ കൃഷിയിടത്തിലെത്തുന്നത്. ഇതിനോടൊപ്പമാണ് കൊക്കോ മരങ്ങൾ കൂടി നശിപ്പിക്കപ്പെടുന്നത്. വാഴയില്ലെങ്കിൽ കൊക്കോ കൃഷിയെങ്കിലും തുടരാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് വാഴകൃഷി ഉപേക്ഷിക്കാൻ മനോജ് തീരുമാനിച്ചത്. നട്ടുവളർത്തി പരിപാലിച്ചിരുന്ന 200ഓളം വാഴകളാണ് മനോജ് വെട്ടിനീക്കിയത്. രാത്രിയിൽ ഒരു ആനക്കൂട്ടം വന്ന് നശിപ്പിച്ചതാണ് ഇതെല്ലാം. ഏതാ ഒറ്റ വാഴ നിർത്തിയാൽ പറ്റില്ല. കഴിഞ്ഞാൽ പിന്നെ വെട്ടിയും കൊണ്ട് യാതൊരു കാര്യമില്ല. കണ്ടു. ആനശല്യം മൂലം കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് മനോജ് ചൂണ്ടിക്കാട്ടി. പതിവായി ആനകൾ തന്റെ കൃഷിയിടത്തിലെത്താറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വാഴ മറിച്ചിട്ടപ്പോൾ ചവിട്ടിക്കൂട്ടി കൊക്കോ നന്നായിട്ട് കാവലുള്ള കൊക്കോയും കണ്ടമാനം കളഞ്ഞു. ഇപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി, കൊക്കോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വാഴ കംപ്ലീറ്റ് ഞാൻ വെട്ടിക്കളയാണ്. കൊലച്ചതും കൊലയ്ക്കാറായതും വലുതും എല്ലാം വെട്ടി നശിപ്പിച്ച് ക്ലിയർ ചെയ്യാൻ പോവാണ്. എനിക്ക് കൊക്കോ രക്ഷിക്കണം. അതിനുവേണ്ടി ഒരു ആനക്കൂട്ടമാണ് ഇവിടെ വന്നിരുന്നത്. എത്ര എണ്ണം ഉണ്ടെന്നറിയില്ല. ഏകദേശം 4-5 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തം 1000 വാഴയോളം ഉണ്ട്. അതിലൊരു 10-100 വാഴ കളഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നും വരുന്നുണ്ട്. ഇവിടെ അടുപ്പിച്ചിപ്പോൾ ആന വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷവും ഈ വാഴ ഇവിടെ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് കളഞ്ഞതാണ്. കോട്ടപ്പാറ വനമേഖലയോട് ചേർന്നുള്ള കോട്ടപ്പടി, പിണ്ടിമന, വേങ്ങൂർ പഞ്ചായത്തുകളിൽ ഒട്ടേറെ കർഷകരാണ് ആനശല്യം മൂലം കൃഷി ഉപേക്ഷിച്ചത്. ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ തരിശായി മാറിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ജനവാസ മേഖലയാണ്. അടുത്ത എല്ലാം നിറയെ വീടുകളുള്ള ജനവാസ മേഖല. ആളുകൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ വരെ പേടിക്കേണ്ട അവസ്ഥയാണ്. ഇത് വർഷങ്ങളായി, ഏകദേശം 3 വർഷത്തോളമായി ഇടയ്ക്കിടയ്ക്ക് ആന വന്ന് ഇങ്ങനെ ആക്രമണം നടത്തുന്നത്. വനം വകുപ്പിനോട് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. ഞങ്ങൾക്ക് ആകെ ഒരു അരക്ഷിതാവസ്ഥയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളുടെ സ്വന്തം ഫെൻസിങ് ഇതിനകത്തിട്ടുണ്ട്. അടുത്ത പറമ്പിലെ മരങ്ങൾ മറിച്ച് ചാടിച്ച് ഫെൻസിങ് കളഞ്ഞതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ആന കിടക്കുന്നത്. കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിൽ ഇടവേളയ്ക്ക് ശേഷം കാട്ടാനശല്യം വർദ്ധിച്ചിട്ടുണ്ട്. അതിരപ്പള്ളി മേഖലയിലേക്ക് കടന്നുപോയിരുന്ന കാട്ടാനക്കൂട്ടം വീണ്ടും കോട്ടപ്പാറ വനമേഖലയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇതാണ് ആനശല്യം വർദ്ധിക്കാനുള്ള കാരണമായത്. GTV ന്യൂസ്, കോതമംഗലം.